ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വിജയ് ബാബുവിൻ്റെ കാർ കളക്ഷൻ അതിനകത്ത് ഒരു എക്സ്പെൻസീവ് കാറാണ്. ടൊയോട്ട വെൽഫെയർ ആണ്. ലക്ഷറിയുടെ ഒരു നെക്സ്റ്റ് ലെവലെന്ന് തന്നെ പറയണം ടൊയോട്ട വെൽഫെയറിനെ. ഇത് വന്നിരിക്കുന്നത് വെച്ചാൽ 2021 മോഡലാണ്. കാരണം വെൽഫെയർ ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ എടുത്ത വണ്ടിയാണിത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യം തന്നെ വെൽഫെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ദൃശ്യം 2 എന്ന് പറഞ്ഞ ആ മൂവിയുടെ ഒരു ടൈമിലായിരുന്നു വെൽഫെയറായിട്ട് ലാലേട്ടൻ വരുന്ന ആ ഒരു സീക്വൻസ് വളരെ വൈറലായിരുന്നു ആ ഒരു വീഡിയോ ഒക്കെ. ടൊയോട്ട എന്ന് പറയുമ്പം തന്നെ എല്ലാവരുടെയും മനസ്സിലോട്ട് ആദ്യം കടന്നു വരുന്നത് വെച്ചാൽ അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ആൻഡ് റിലയബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഹൈബ്രിഡ് എഞ്ചിൻ്റെ കാര്യത്തിലും ബെസ്റ്റ് ഓപ്ഷൻ ടൊയോട്ടയുടെ ഹൈബ്രിഡ് എഞ്ചിനാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് വരുന്നത്. അതുതന്നെയാണ് മാരുതിയുടെ വണ്ടികളിൽ വരെ ആ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് മാരുതിയുടെ വണ്ടികൾ ടൊയോട്ടയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ടൊയോട്ടയുടെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് ഫോർ ദ ഹൈബ്രിഡ് സിസ്റ്റം. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ ഫുള്ളി ഒരു സിൽവർ ഫിനിഷ് ടച്ചാണ് നമുക്ക് ആ ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റുന്നത്. ആ ഒരു ഗ്രിൽ പോർഷൻ ഫുൾ സിൽവർ ഫിനിഷാണ്. ടൊയോട്ടയുടെ ലോഗോയും അതിനുള്ളിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ്സ് വരുമ്പോഴാണ് ഒരു ബ്ലൂയിഷ് ടച്ച് ഉണ്ട്. കാരണം പ്രൊജക്ടർ വിത്ത് LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്. 2 LED യൂണിറ്റാണ്, പ്രൊജക്ടർ ലൈറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ താഴെയാണെങ്കിലും ഇവിടെ ആ ഒരു DRL സ്ട്രിപ്പ് പോലും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ താഴെയായിട്ടാണ്, ഏറ്റവും താഴെയാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വന്നത്. അതും ഒരു ബ്ലാക്ക് ഫിനിഷിൽ സിൽവർ ഫിനിഷ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അതിലും ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മിഡിലായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു 360 ഡിഗ്രി ക്യാമറ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്രിൽ പോർഷൻ വരുന്നുണ്ട്. താഴെയൊക്കെ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നമുക്കൊരു സൂപ്പർ ലക്ഷറി വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് സൈഡിലെ ഗ്രിൽ പോർഷനൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെക്സസിൻ്റെ കിറ്റൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒരു ലുക്കിൽ വരുന്നതാണ്. പിന്നെ ഇതിൽ സൺറൂഫ് വരുന്നുണ്ട്. ഡുവൽ സൺറൂഫാണ്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. കാരണം ഫ്രണ്ട് സൈഡിലെ ആ ഒരു പാസഞ്ചറിനും സെക്കൻഡ് റോയിലും 2 ആക്സസിബിൾ ആണ്. പാൻഡ്രോമിക് ഫുൾ പാൻഡ്രോമിക് അല്ല, ഡുവലായിട്ട് ചെറിയ പോർഷൻ പോലാണ് വരുന്നത്. പിന്നെ ഇവിടെ ആ ഒരു സെൻസറാണ് കാണുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലെ ലുക്ക് വരുമ്പോൾ തന്നെ ഒരു കോമ്പാക്റ്റ് വണ്ടിയുടെ ഒരു ഫീലൊക്കെ ആണെങ്കിലും സൈഡ് വൈസ് പ്രൊഫൈൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു വലിയ വണ്ടിയാണെന്നുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വണ്ടിയുടെ ആ ഒരു ലെങ്ത്ത് കണ്ടോ, ഇത്രയും വലുപ്പത്തിലാണ് നിൽക്കുന്നത്. ഒരു 3000 മില്ലിമീറ്ററിൻ്റെ ആ ഒരു വീൽ ബേസാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ലെങ്ത്ത് വരുന്നത് വെച്ചാൽ 4935 മില്ലിമീറ്ററാണ്. അപ്പോൾ അത്രയും ഒരു വലിയ വണ്ടിയാണ്. അത്രയും ഒരു ക്യാബിൻ സ്പേസും ഇന്ത്യയിൽ നമുക്ക് അത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് വരുന്നത് വെച്ചാൽ സ്ലൈഡിംഗ് ഡോർസ് ആണ് വരുന്നത്. പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴാണ് LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വരുന്നത്. പിന്നെ മിഡിലായിട്ട് ആ ടൊയോട്ടയുടെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ടാണ് അതിൻ്റെ ആ ഒരു വെൽഫെയറിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ വരുന്നത്. ഇവിടെ ആയിട്ട് വെൽഫെയറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആ ഒരു ബാഡ്ജിങ്ങും പിന്നെ ബാക്കിലെ ആ ടെയിൽ ലാമ്പ് യൂണിറ്റൊക്കെ മൊത്തത്തിലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ്. ഈ ഒരു വിജയ് ബാബുവിൻ്റെ വെൽഫെയർ വന്നിരിക്കുന്നത് വെച്ചാൽ 6 സീറ്റർ വേരിയൻ്റ് ആണ്. സെക്കൻഡ് റോയിലും 2 സീറ്റുണ്ട്, അതായത് ബക്കറ്റ് സീറ്റ് പോലെ. ബാക്ക് സൈഡിലും തേർഡ് റോയിലും 2 സീറ്റുണ്ട്. അപ്പോൾ ആ ഒരു ലക്ഷറി കംഫർട്ട് ലെവലിൽ ഇരിക്കാവുന്നതാണ്. ശരിക്കും ഇതിൻ്റെ ആ ഒരു കംഫർട്ടാണ് നെക്സ്റ്റ് ലെവലെന്ന് തന്നെ പറയുന്നത്. കാരണം ഒരു ഫ്ലൈറ്റിലിരിക്കുന്ന ആ ഒരു കംഫർട്ടും ലെവലുമാണ് നമുക്ക് സാധാരണ ഒരു വണ്ടിക്കകത്ത് കിട്ടുന്നത്. സാധാരണ വണ്ടിയല്ല, ലക്ഷറി വണ്ടി തന്നെയാണ്. അപ്പോൾ ടൊയോട്ടയുടെ സൈഡിൽ നിന്നായതുകൊണ്ട് ആ ഒരു റിലയബിലിറ്റിയും അതിൻ്റെ ഒരു എഞ്ചിൻ പെർഫോമൻസും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു 2.5 cc ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ എന്ന് വെച്ചാൽ 115 bhp അറ്റ് 4700 RPM. അതുപോലെ തന്നെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടോർക്ക് എന്ന് വെച്ചാൽ 198 ന്യൂട്ടൺ മീറ്റർ അറ്റ് 2800 to 4000 RPM ആണ്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഇതിന് ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നതെന്ന് വെച്ചാൽ ഒരു 58 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ ഇതിനൊരു ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഇതൊരു ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ 16.3 ആണ്. വിജയബാബുവിന് ഈ ഒരു വണ്ടി കൂടാതെ മറ്റ് പല ലക്ഷറി കാർസും ഉണ്ട്. ഇതിപ്പോൾ മാർക്കോ മൂവിയുടെ റിലീസിൻ്റെ ദിവസം പുള്ളി മൂവി കാണാൻ വന്നതാണ്. അപ്പം നിങ്ങളുമൊക്കെ മാർക്കോ മൂവി കണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ കണ്ടവരിൽ മാർക്കോ മൂവി കണ്ടിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക മൂവി എങ്ങനെയുണ്ട്, എത്ര വയലൻസ് ഉണ്ടെന്നൊക്കെ.